ഇമ്മ്യൂണോളജിയുടെ ലാസ്റ്റ് മൊഡ്യൂളിൽ വരുന്ന ആദ്യ ഭാഗമാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അഥവാ അലർജി എന്ന് പറയുന്ന ചെറിയ ഒരു മൊഡ്യൂളിൽ ഇതിൻ്റെ തുടക്കം എന്താണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, എന്താണ് അലർജി എന്ന് നമുക്ക് നോക്കാം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി എന്ന് പറഞ്ഞാൽ ദ ഓവർ റിയാക്ടിവിറ്റി ബൈ ഇമ്മ്യൂൺ സിസ്റ്റം ടു ആൻറ്റിജൻ ഈസ് കാൾഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. ഒരു ആൻറ്റിജനെതിരെ ശരീരം കാണിക്കുന്ന ഓവർ റിയാക്ഷനെയാണ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജി എന്ന് പറയുക. ദ ഫാക്ടേഴ്സ് കോസിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആർ കോൾഡ് അലർജൻസ്. അപ്പം ഈ അലർജിക്ക് ഇടയാക്കുന്ന ഫാക്ടറുകളെ അല്ലെങ്കിൽ ഘടകങ്ങളെ നമ്മൾ അലർജൻസ് എന്നാണ് പറയുക. ഇപ്പം ഇതെല്ലാം വൈറസ് ആകാം, അതൊരു ഫംഗസ് ആകാം, അത് ഡസ്റ്റ് ആകാം, പ്രോട്ടീൻ ആകാം, ബാക്ടീരിയ ആകാം, ദെൻ ആനിമൽസ് ആകാം. ഇവയെല്ലാം അലർജി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നെങ്കിൽ അത്തരം പദാർത്ഥങ്ങളെല്ലാം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളെയെല്ലാം അല്ലെങ്കിൽ ജീവികളായാലും അതിനെല്ലാം നമ്മൾ അലർജൻസ് എന്നാണ് പറയുക. അപ്പം വാട്ട് ഈസ് അലർജൻസ് എന്ന് പറയുന്നത് 1 മാർക്ക് ക്വസ്റ്റ്യൻ നമുക്ക് ചോദിക്കാം. ദ ഫാക്ടേഴ്സ് കോസിങ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഓർ അലർജി ഈസ് കാൾഡ് ഓർ ആർ കാൾഡ് അലർജൻസ്. അലർജൻസിനെ അല്ലെങ്കിൽ അലർജിക് റിയാക്ഷനെ പ്രധാനമായിട്ടും 4 തരംതിരിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അതിൻ്റെ ക്ലാസിഫിക്കേഷന് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ടൈപ്പ് 1 അലർജി, ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻഡ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഡിലൈഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നിങ്ങനെ 4 അലർജിക് റിയാക്ഷനെ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റിയെ തരംതിരിച്ചിട്ടുണ്ട്. നമുക്ക് ഒന്നാമത്തെ ടൈപ്പ് 1 അലർജിക് റിയാക്ഷൻ അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഈസ് മീഡിയേറ്റഡ് ബൈ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ ആൻറ്റിബോഡീസ്. ആൻറ്റിബോഡി ഇയുടെ നേതൃത്വത്തിൽ അല്ലെങ്കിൽ ഈ ഇടപെട്ടുകൊണ്ട് നടക്കുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പം ആൻറ്റിബോഡി ഇയുടെ മേൽനോട്ടത്തിൽ അല്ലെങ്കിൽ ഇയുമായിട്ട് ബന്ധപ്പെട്ടുള്ള അലർജിക് റിയാക്ഷനാണ് ടൈപ്പ് 1. അതെങ്ങനെയാണ് നടക്കുന്നത് നോക്കാം. അപ്പോൾ exposure to antigen, this class of antibody binds with high affinity to the Fc receptors of surface of tissue, mast cell and blood basophils. അപ്പോൾ ഒരു ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുമ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഇ FC റിസപ്റ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ പ്രധാനമായിട്ടും മാസ്റ്റ് സെല്ലുകളുടെ FC റിസപ്റ്റേഴ്സുമായിട്ട് ആൻറ്റിബോഡി ഇ എന്ത് ചെയ്യപ്പെടുന്നു, ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ നടക്കുന്ന സമയത്ത് ഇമ്മ്യൂണോഗ്ലോബുലിൻ ഇ അല്ലെങ്കിൽ ആൻറ്റിബോഡി ഇ എന്ന് പറയുന്ന ആൻറ്റിബോഡി ബി സെൽ ഉൽപ്പാദിപ്പിക്കുന്ന ഈ ആൻറ്റിബോഡി മാസ്റ്റ് സെല്ലുമായിട്ട് എന്ത് ചെയ്യപ്പെടുന്നു, അസോസിയേറ്റ് ചെയ്യുക അല്ലെങ്കിൽ മാസ്റ്റ് സെല്ലിൻ്റെ FC റിസപ്റ്റേഴ്സിൽ അറ്റാച്ച് ചെയ്യുന്നു. സച്ച് ആൻറ്റിബോഡി ഇ കോട്ടഡ് മാസ്റ്റ് സെൽസ് and basophil activated to produce chemical mediators called histamines that produce allergic reactions. അപ്പോൾ പ്രധാനമായിട്ടും ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി നമുക്ക് ഉണ്ടാകുന്നത് ഡസ്റ്റിൻ്റെ അലർജി അല്ലെങ്കിൽ ഈ പറയുന്നത് പോളൻ ഗ്രെയിൻസിൻ്റെ ഒക്കെ അലർജി മൂലമാണ് നമുക്ക് ടൈപ്പ് 1 അലർജിക് റിയാക്ഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഡസ്റ്റിൻ്റെ അലർജി എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തേക്ക് ഡസ്റ്റിനെ പുറന്തള്ളാൻ കാണിക്കുന്ന ഒരു റിയാക്ഷനാണ് ശരിക്കും എന്താണ് പറയുക, അലർജിക് റിയാക്ഷൻ എന്ന് പറയുക. അപ്പോൾ മൂക്കിനകത്തൂടെയാണ് അല്ലെങ്കിൽ വായ്ക്കകത്തൂടെയാണ് ഇത് കടന്നു വരുന്നതെങ്കിൽ മൂക്കിനകത്തൂടെയാണെന്നുണ്ടെങ്കിൽ മൂക്കിനകത്തേക്ക് കടന്നു വരുമ്പോൾ ഈ ഡസ്റ്റിനെ അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസിനെ ഇത് ആൻറ്റിജനായിട്ട് കണക്കാക്കുകയും അത് ആൻറ്റിജനെ റിയാക്ട് ചെയ്യാൻ അല്ലെങ്കിൽ പുറത്തേക്ക് കളയാനായിട്ടുള്ള റിയാക്ഷൻ എന്ന രീതിയിൽ സിംറ്റംസ് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. സിംറ്റംസ് എന്ന് പറഞ്ഞാൽ പൊടി നമുക്ക് അല്ലെങ്കിൽ മൂക്കിനകത്തേക്ക് കയറിയാൽ അല്ലെങ്കിൽ ലങ്സിനകത്തേക്ക് കയറിയാൽ അത് തുമ്മലിലൂടെയോ അല്ലെങ്കിൽ മ്യൂക്കസ് ഉൽപ്പാദിപ്പിച്ചോ എന്ത് ചെയ്യപ്പെടും, ഇതിനെ പുറന്തള്ളും. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് മാസ്റ്റ് സെല്ലാണ് ഈ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത്. മാസ്റ്റ് സെൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് മാസ്റ്റ് സെല്ലിൽ നിന്ന് ഹിസ്റ്റമിൻ എന്ന് പറയുന്ന ഒരു എൻസൈം പ്രൊഡ്യൂസ് ചെയ്യുന്ന പോലെ. അപ്പോൾ മാസ്റ്റ് സെല്ലിൻ്റെ സർഫസിൽ ആൻറ്റിബോഡി ഇ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റ് സെൽ ഉടനെ ഹിസ്റ്റമിൻ എന്ന് പറയുന്ന പ്രോഡക്റ്റുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് അലർജിക് റിയാക്ഷൻസ് ആയിട്ട് ഒന്നുകിൽ തുമ്മലോ അല്ലെങ്കിൽ ശരീരത്ത് പാടുകളോ ചൊറിച്ചിലോ ആയിട്ട്
നമുക്ക് റിയാക്ഷൻ അനുഭവപ്പെടുകയും ചെയ്യുന്നു. അതിനെയാണ് ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പം ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ആൻറ്റിബോഡി ഇയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് പ്രത്യേകം ഓർമ്മിച്ച് വെക്കുക. ഇനി ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ ഇൻട്രാക്ഷൻ ഓഫ് ആൻറ്റിബോഡീസ് ആൻഡ് സെൽ അസോസിയേറ്റഡ് ആൻറ്റിജൻസ്. ആൻറ്റിബോഡിയും സെൽ അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൻറ്റിജൻസും തമ്മിലുള്ള റിയാക്ഷൻ നടന്ന് ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷനാണ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പം ടൈപ്പ് 1 നമുക്ക് ശരീരത്തിനകത്തേക്ക് വരുന്ന പൊടിപടലങ്ങളും അല്ലെങ്കിൽ ഡസ്റ്റ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് അല്ലെങ്കിൽ ആനിമൽസിൻ്റെ സർഫസിൽ നിന്നുള്ള ചെറിയ ചെറിയ അതിൻ്റെ ഡെബ്രിസ് അല്ലെങ്കിൽ ടിഷ്യൂസിൻ്റെ അല്ലെങ്കിൽ സെൽസിൻ്റെ ഭാഗങ്ങൾ തുടങ്ങിയവയൊക്കെയാണ് എന്ത് ചെയ്യുക, ഡെഡായിട്ടുള്ള സെൽസൊക്കെയാണ് എന്ത് ചെയ്യുക റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഒരു അലർജി ഉണ്ടാക്കുന്നതെങ്കിൽ ടൈപ്പ് 2 വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന സെല്ല് അതൊരു കോശവുമായിട്ടാണ് അല്ലെങ്കിൽ കോശത്തെയാണ് അലർജിക് സബ്സ്റ്റൻസ് ആയിട്ട് കണക്കാക്കി ശരീരം അതിനെ പുറത്ത് കളയാൻ കാണിക്കുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. അതായത് വെൻ ആൻറ്റിബോഡീസ് അറ്റാച്ച് ടു ആൻറ്റിജൻസ് ലൊക്കേറ്റഡ് ഓൺ ദ സർഫസ് ഓഫ് സെൽസ് ദ സെൽ ബിക്കം സൈറ്റോടോക്സിക്. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ഒരു മാച്ച് അല്ലാത്ത ഒരു ബ്ലഡ് നമ്മുടെ ശരീരത്തിനകത്തേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുക അല്ലെങ്കിൽ കടത്തി വിടുകയാണെന്നുണ്ടെങ്കിൽ ആ ബ്ലഡ് സെല്ലിനെ ശരീരം എപ്പോഴും എന്തായിട്ട് കണക്കാക്കും, ആൻറ്റിജനായിട്ട് കണക്കാക്കും. അപ്പോൾ അത്തരം ആൻറ്റിജൻ്റെ സർഫസിൽ അല്ലെങ്കിൽ അതിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ആൻറ്റിജനെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ഇത്തരം ആൻറ്റിബോഡികൾ ഈ ബ്ലഡ് സെൽസിൻ്റെ സർഫസിൽ കാണപ്പെടുന്ന MHC മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്ത് അത് അഗ്ലൂട്ടിനേഷൻ എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് അല്ലെങ്കിൽ റിയാക്ഷനിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. അപ്പം സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ കോശത്തിനകത്തേക്ക് അനാവശ്യമായിട്ട് അല്ലെങ്കിൽ സെല്ല് കടക്കുമ്പോൾ പ്രത്യേകിച്ചും ബ്ലഡ് സെൽസൊക്കെ കിടക്കുമ്പോൾ ബ്ലഡ് സെൽസിനെ പുറത്താക്കാൻ അല്ലെങ്കിൽ പുറത്ത് കളയാനായിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നീക്കം ചെയ്യാനായിട്ട് ശരീരം കാണിക്കുന്ന അലർജിക് റിയാക്ഷനാണ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി വരിക. അപ്പം അതിൻ്റെ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത് അഗ്ലൂട്ടിനേഷൻ ആൻഡ് ലൈസിസ് ഓഫ് ബ്ലഡ് സെൽസ് ഡ്യൂ ടു മിസ്മാച്ച്ഡ് ബ്ലഡ് ഗ്രൂപ്പ്. മിസ്മാച്ച് ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പുകൾ തമ്മിൽ ട്രാൻസ്ഫ്യൂഷൻ നടക്കുമ്പോഴാണ് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുക. അതോടൊപ്പം തന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫാദർ RH പോസിറ്റീവും മദർ RH നെഗറ്റീവുമാണെന്നുണ്ടെങ്കിൽ കുഞ്ഞിന് അല്ലെങ്കിൽ പ്രഗ്നൻസി പീരീഡിൽ സംഭവിക്കുന്ന ഒരു കണ്ടീഷനാണ് എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്ന് പറയുന്നത്. അപ്പം എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസിസ് എന്താണെന്ന് നോക്കാം. ചിലപ്പോൾ അത് 2 മാർക്ക് ചോദ്യമായിട്ട് പലപ്പോഴും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. ഇത് നമ്മൾ ഫിസിയോളജിയിൽ പഠിക്കുന്നതാണ്. എന്നിരുന്നാലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ഞാനൊന്ന് സൂചിപ്പിക്കാം. അതായത് എ പ്രോട്ടീൻ നെയിംഡ് ആസ് റീസസ് ആൻറ്റിജൻ, അതിനെയാണ് നമ്മൾ RH എന്ന് പറയുന്നത്, ഈസ് പ്രസന്റ് ഓൺ ദ സർഫസ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ്. ചുവന്ന രക്താണുക്കളുടെ സർഫസിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീനാണ് റീസസ് ആൻറ്റിജൻ അല്ലെങ്കിൽ റീസസ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. അപ്പം ആ പ്രോട്ടീനുകൾ ഉള്ള RBC ഉള്ള ആളുകളെ RH പോസിറ്റീവ് എന്നും അതില്ലാത്ത RBC ഉള്ള ആളുകളെ RH നെഗറ്റീവ് എന്നുമാണ് പറയുക. അപ്പം പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ്, നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് എന്നൊക്കെ നമ്മൾ പറയുന്നത് അതിൻ്റെ സർഫസ് RBCയുടെ സർഫസിലുള്ള ഈ RH പ്രോട്ടീൻ്റെ പ്രസൻസ് അനുസരിച്ചാണ്. ഇനി എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് occur due to the RH incompatibility between the fetus and mother during pregnancy. പ്രഗ്നൻസി സമയത്ത് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഫീറ്റസിൻ്റെയും RH ഇൻകോമ്പാറ്റബിലിറ്റി ഉണ്ടാകുന്നത്. കോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ ഒരുപോലെയുള്ളത്, ഇൻകോമ്പാക്റ്റബിൾ എന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ളത്. അപ്പോൾ ഫാദർ പോസിറ്റീവും RH പോസിറ്റീവും മദർ RH നെഗറ്റീവുമാണെന്നുണ്ടെങ്കിൽ കുട്ടി RH പോസിറ്റീവ് ആകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മദറിനെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞിൻ്റെ ബ്ലഡ് എന്ന് പറയുന്നത് RH പോസിറ്റീവാണ്, അതിനെ ഒരു ആൻറ്റിജനായിട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ട്. ഇവിടെ നോക്കുക, RH ആൻറ്റിജൻ ഓഫ് ദ ഫീറ്റസ് ഡു നോട്ട് ഗെറ്റ് എക്സ്പോസ്ഡ് ടു ദ ബ്ലഡ് ഓഫ് മദർ ഇൻ ദ ഫസ്റ്റ് പ്രഗ്നൻസി. ആദ്യ പ്രഗ്നൻസി സമയത്ത് അമ്മയുടെ ബ്ലഡുമായിട്ട് കുഞ്ഞിൻ്റെ RH പോസിറ്റീവ് ബ്ലഡ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല, നേരിട്ട് കോണ്ടാക്റ്റിൽ വരുന്നില്ല. However, during the delivery of the first child, there is a possibility of exposure to the maternal blood to the small amount of RH blood to the fetus. എന്നാൽ പ്രഗ്നൻസി സമയത്ത്, അതായത് പ്രസവിക്കുന്ന സമയത്ത് കുഞ്ഞിൻ്റെ RH
പോസിറ്റീവ് ബ്ലഡ് അമ്മയുടെ RH നെഗറ്റീവ് ബ്ലഡുമായിട്ട് യൂട്രസിനകത്തോ അല്ലെങ്കിൽ ആ പ്രഗ്നൻസി പീരീഡിൽ ചെറിയൊരു കോണ്ടാക്ട് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ കോണ്ടാക്റ്റിൽ വരുമ്പോൾ ഇൻ സച്ച് കേസസ് ദ മദർ സ്റ്റാർട്ട്സ് പ്രിപ്പയറിംഗ് ആൻറ്റിബോഡീസ് അഗൈൻസ്റ്റ് RH ആൻറ്റിജൻ. അപ്പോൾ ഈ ഫസ്റ്റ് പ്രഗ്നൻസി ഡെലിവറി പീരീഡിൽ ഈ കുഞ്ഞിൻ്റെ ഫീറ്റസിൻ്റെ ബ്ലഡും അമ്മയുടെ ബ്ലഡും കോണ്ടാക്റ്റിൽ വരുന്നത് കൊണ്ട് ആ ഒരു മെമ്മറി, അതായത് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് മെമ്മറി സെൽസ് എന്ന് പറയുന്ന സെൽസ് ഉണ്ട്, അത് മെമ്മറി സെല്ലുകൾ സ്വീകരിക്കുകയും ഈ RH പോസിറ്റീവ് ബ്ലഡിനെതിരെ അതിനെ ആൻറ്റിജനായിട്ട് കണക്കാക്കിക്കൊണ്ട് ആൻറ്റിബോഡികൾ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുകയും ചെയ്യുന്നു. ദെൻ during the subsequent pregnancies, the RH antibodies from the mother, that is RH negative, leak into the blood of fetus, that is RH positive, resulting in the destruction of RBCs of the fetus. ഇനി രണ്ടാമത്തെ പ്രഗ്നൻസിയിൽ ഓൾറെഡി അമ്മയുടെ ശരീരത്തിലെ രക്തത്തിൽ RH പോസിറ്റീവിന് എതിരായിട്ടുള്ള ആൻറ്റിബോഡികൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ RH പോസിറ്റീവായിട്ടുള്ള ആൻറ്റിബോഡികൾ ഫീറ്റസിലേക്ക് ലീക്ക് ചെയ്യും, അല്ലെങ്കിൽ യൂട്രസിലൂടെ അംബിലിക്കൽ കോഡ് വഴി അല്ലെങ്കിൽ ആ ഫീറ്റസ് മെംബ്രെയിൻ വഴി വളരെ ചെറിയ എമൗണ്ടിൽ വളരെ ചെറുതായിട്ടുള്ള എമൗണ്ടിൽ അത്തരം ആൻറ്റിബോഡികൾ ലീക്ക് ചെയ്യുകയും ഇത് ഫീറ്റസിൻ്റെ ബ്ലഡുമായിട്ട് കലർന്ന് ഫീറ്റസിൻ്റെ ബ്ലഡിൻ്റെ ചുവന്ന രക്താണുക്കളെ RBCയെ ചെയ്യുന്നു, ഡിസ്ട്രക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അങ്ങനെ നശിപ്പിക്കുന്നതിൻ്റെ ഫലമായിട്ട് കുഞ്ഞിന് അനീമിയ വരികയോ ജോണ്ടിസ് വരികയോ ചെയ്യാം. അത് ചിലപ്പോൾ കുഞ്ഞിന് ഫേറ്റലായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ മരണത്തിനിടയാക്കുകയോ ഒക്കെ ചെയ്യുന്ന കണ്ടീഷനെയാണ് നമ്മൾ പറയുക, എർത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുക. അപ്പം അത് ടൈപ്പ് 2 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ വരുന്നതാണ്. ഇനി ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്താണെന്ന് നോക്കാം. ദ ഹൈപ്പർ സെൻസിറ്റിവിറ്റി അലർജി പ്രൊഡ്യൂസ്ഡ് ബൈ ദ ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ്. ആൻറ്റിജനും ആൻറ്റിബോഡിയുടെ കോംപ്ലക്സും രൂപപ്പെടുന്നതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാകുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇപ്പോൾ ആൻറ്റിജൻ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ കടന്നാൽ ആൻറ്റിജനെ നശിപ്പിക്കാനായിട്ടുള്ള ആൻറ്റിബോഡി ഉണ്ടാകും. അപ്പോൾ ആൻറ്റിജനും ആൻറ്റിബോഡിയും റിയാക്ട് ചെയ്ത് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഉണ്ടാവുകയാണ് ചെയ്യുക. ഇനി നോക്കാം, ഇവിടെ ഇൻ സർട്ടൻ ഒക്കേഷൻസ് ദ ഇനോർമസ് എമൗണ്ട് ഓഫ് ആൻറ്റിജൻസ് എൻ്റർ ഇൻ ടു ദ ബോഡി. ചില കണ്ടീഷനിൽ വളരെ കൂടുതൽ ആയിട്ട് രോഗാണുക്കൾ അല്ലെങ്കിൽ രോഗമുണ്ടാക്കുന്ന ആൻറ്റിജനോ അല്ലെങ്കിൽ മറ്റ് പദാർത്ഥങ്ങളോ ഒക്കെ എന്തൊക്കെയായാലും നമുക്ക് ആൻറ്റിജനായിട്ട് വരുന്ന എന്തും വളരെ കൂടുതലായിട്ടുള്ള അളവിൽ ശരീരത്തിലേക്ക് കടക്കാൻ ഇടയായാൽ അതിനെ അത്രയും നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇല്ലാതാക്കുന്നതിന് ആൻറ്റിബോഡികൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. ഇൻ റെസ്പോൺസ് ദ ആൻറ്റിബോഡി പ്രൊഡ്യൂസ്ഡ് ഹയർ കോൺസെൻട്രേഷൻ. അപ്പം കൂടുതലായിട്ട് ആൻറ്റിജൻ കടന്നു വരുന്ന ഒരു സാഹചര്യത്തിൽ അത്രയും ആൻറ്റിജനെ നശിപ്പിക്കാനായിട്ട് ആൻറ്റിബോഡിയും അതിനനുസരിച്ച് ഹ്യൂജ് എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടും. അപ്പോൾ ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ ദീസ് ആൻറ്റിജൻസ് ആൻഡ് ആൻറ്റിബോഡീസ് കമ്പൈൻ ടുഗദർ ടു ഫോം ഇൻസോളബിൾ precipitate കാൾഡ് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് ഓർ ഇമ്മ്യൂൺ കോംപ്ലക്സ്. അപ്പം ഇങ്ങനെ ഹ്യൂജ് എമൗണ്ടിൽ ആൻറ്റിജനും ആൻറ്റിബോഡിയും റിയാക്ട് ചെയ്തിട്ട് ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സുകൾ അല്ലെങ്കിൽ ഇമ്മ്യൂൺ കോംപ്ലക്സുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടും. അത് ഹ്യൂജ് ആണെന്ന് ഓർത്തിരിക്കുക. ദീസ് കോംപ്ലക്സ് ഗെറ്റ് അറ്റാച്ച്ഡ് ഇൻ ആൻഡ് അറൗണ്ട് മൈന്യൂട്ട് ബ്ലഡ് വെസൽസ് ഇൻ ദ റീജിയൻ ഓഫ് ഗ്ലോമർലസ്, സിനോവിയം, സ്കിൻ എക്സെട്ര. അപ്പം ഇത്തരം ഹ്യൂജ് എമൗണ്ടിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സുകൾ ഗ്ലോമർലസ് നമുക്കറിയാം, കിഡ്നിയുടെ ഗ്ലോമർലാർ ഫിൽട്രേറ്റ് അല്ലെങ്കിൽ ഗ്ലോമർലസിനെ കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസലിലും സിനോവിയം, അതായത് സിനോവിയൽ ഫ്ലൂയിഡ്, ജോയിൻസിന് ഇടയിലുള്ള സ്പേസിനെയാണ് നമ്മൾ സിനോവിയം എന്ന് പറയുന്നത്. അതിനിടയിലുള്ള ഫ്ലൂയിഡിനെ സിനോവിയൽ ഫ്ലൂയിഡ് എന്നാണ് പറയുക. അപ്പം കിഡ്നിയിലെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ബ്ലഡ് വെസലിലും ജോയിൻസിന് ഇടയിലുമായിട്ട് ഇത്തരം ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ടിലുള്ള ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സുകൾ ഡിപ്പോസിറ്റ് ചെയ്യപ്പെടും. ദേ കോസ് ഡാമേജ് ലീഡിങ് ടു ഹൈപ്പർ സെൻസിറ്റിവിറ്റി. അങ്ങനെ അത്തരം റീജിയൻസിൽ ഇത് അക്യൂമുലേറ്റ് ചെയ്യുക, ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സ് അക്യൂമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് അത്തരം ഭാഗങ്ങൾ ഡാമേജ് ആവുകയും അങ്ങനെ അത് അലർജിക് റിയാക്ഷനിലേക്ക് അല്ലെങ്കിൽ നമുക്ക് വീക്കെൻഡ് ആയിരുന്ന കണ്ടീഷനിലേക്ക് അല്ലെങ്കിൽ നീര് വരുന്ന കണ്ടീഷനിലേക്കൊക്കെ ഇത് കിടക്കും. അപ്പം ആ
ഇത്തരത്തിൽ ഉണ്ടാകുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പം ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയിൽ പ്രധാനമായിട്ടും ആൻറ്റിബോഡി ജിയും ആൻറ്റിബോഡി എമ്മുമാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ ആൻറ്റിബോഡി ജിയും എമ്മും പങ്കെടുക്കുന്ന ആൻറ്റിജൻ ആൻറ്റിബോഡി കോംപ്ലക്സിലാണ് ഇത്തരത്തിലുള്ള ടൈപ്പ് 3 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കപ്പെടുന്നത്. ഇനി നാലാമത്തത് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നാണ് പറയുക. അതായത് ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ ഇൻട്രാക്ഷൻ ബിറ്റ്വീൻ ആൻറ്റിജൻ ആൻഡ് സെൻസിറ്റൈസ്ഡ് ടി സെൽസ്. ആൻറ്റിജനും ടി ലിംഫോസൈറ്റുകൾക്കും തമ്മിൽ റിയാക്ഷൻ നടന്നുണ്ടാകുന്ന അലർജിയാണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയാം. The reaction leads to the inflammatory reaction and cause tissue damage. അപ്പോൾ ഇവിടെ ആൻറ്റിജനുകൾക്കിടയിലും ആൻറ്റിജനും ടി ലിംഫോസൈറ്റുകളും തമ്മിൽ റിയാക്ട് ചെയ്ത് അത് അലർജിയായിട്ട് മാറുന്ന കണ്ടീഷനെയാണ് നമ്മൾ എന്ത് പറയുക ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുക. അപ്പോൾ അത് ഉണ്ടാക്കുന്ന അലർജിക് റിയാക്ഷൻ എന്ന് പറയുന്നത് ജോയിൻസുകളിൽ പ്രധാനപ്പെട്ട ജോയിൻസുകളിലൊക്കെ ഇൻഫ്ലമേഷനായിട്ടാണ് ഇത്തരം അലർജി നമുക്ക് കാണപ്പെടുന്നത് അല്ലെങ്കിൽ അലർജിയുടെ അനുഭവം നമുക്കുണ്ടാകുന്നത്. ആൻറ്റിബോഡീസ് ആർ നോട്ട് ഇൻവോൾവ് ഇൻ ദിസ്. ഇവിടെ ബാക്കി 3 ഹൈപ്പർ സെൻസിറ്റീവ് അലർജിക് റിയാക്ഷനുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കുന്നത് പൂർണ്ണമായിട്ടും ടി സെൽ, അപ്പോൾ സെൽ മീഡിയേറ്റഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. ദ സിംറ്റംസ് ഓൺ ദ സ്കിൻ അപ്പിയർ ഓൺലി ആഫ്റ്റർ 24 to 72 hours. നമുക്കൊരു ഇൻഫെക്ഷൻ ഉണ്ടായതിനു ശേഷം അലർജിക് റിയാക്ഷൻ 24 മുതൽ 72 മണിക്കൂർ താമസിച്ചായിരിക്കും അല്ലെങ്കിൽ ഡിലേ ആയിട്ടായിരിക്കും നമുക്കെന്തുണ്ടാകുക ഇത്തരത്തിലുള്ള അലർജിക് റിയാക്ഷൻ ഉണ്ടാകുക. അപ്പം ചില ആൻറ്റിജൻസ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അത്തരം ആൻറ്റിജനുമായിട്ട് ടി സെൽ റിയാക്ട് ചെയ്ത് അല്ലെങ്കിൽ ടി ലിംഫോസൈറ്റുകൾ റിയാക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ചില ജോയിൻസുകളിലും ഒക്കെ ഡാമേജ് അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ പോലെയുള്ള കണ്ടീഷൻ ഉണ്ടാക്കുന്ന അലർജിക് റിയാക്ഷനെയാണ് ടൈപ്പ് 4 ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം അലർജിക് റിയാക്ഷൻസ് സാധാരണഗതിയിൽ വളരെ പെട്ടെന്ന് ഉണ്ടാകത്തില്ല, ഡിലേ ആയിട്ടുണ്ടാകുന്ന താമസിച്ചുണ്ടാകുന്ന ഒരു അലർജിക് റിയാക്ഷൻ ആയതുകൊണ്ടാണ് ഡിലേയ്ഡ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി. താമസം പറഞ്ഞാൽ 24 മണിക്കൂർ മുതൽ 72 മണിക്കൂർ വരെ ഇത്തരം അലർജിക് റിയാക്ഷൻ ഉണ്ടാക്കാനായിട്ട് കാലതാമസം എടുക്കും. അപ്പം ഇത്രയുമാണ് അലർജിക് റിയാക്ഷനെ കുറിച്ചുള്ള ആദ്യത്തെ മൊഡ്യൂളിലെ ചെറിയൊരു ഭാഗം. അപ്പം ടൈപ്പ് 2, 1, 2, 3, 4 അല്ലെങ്കിൽ ഹൈപ്പർ സെൻസിറ്റിവ്, വാട്ട് ഈസ് ഹൈപ്പർ സെൻസിറ്റിവിറ്റി, ക്ലാസിഫൈ ഹൈപ്പർ സെൻസിറ്റിവിറ്റി എന്നൊരു ചോദ്യമായിരിക്കും നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ളത്. പിന്നീട് അലർജൻസ് എന്ന് പറയുന്ന ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒക്കെ അങ്ങനെ 4 മാർക്കുമായിട്ട് ബന്ധപ്പെട്ട് ചോദ്യങ്ങൾ വരാം. 4 മാർക്കുമായിട്ട് മാക്സിമം ചോദ്യങ്ങൾ വരാം. അല്ലെങ്കിൽ വാട്ട് ആർ അലർജൻസ്, ക്ലാസിഫൈ എന്ന് പറഞ്ഞ് 2 മാർക്കിൻ്റെ ചോദ്യവും വരാം. അപ്പോൾ ഈ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംശയങ്ങൾ നിങ്ങൾ എപ്പോഴും പറയാറുള്ളത് പോലെ നോട്ട് ചെയ്തതിന് ശേഷം നമുക്കതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഡിസ്കഷൻ നടത്താവുന്നതാണ്.